നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഫിഫ ഫുട്ബോൾ നടക്കുന്ന വേളയിൽ ഈ രാജ്യത്തുള്ള സ്പോർട്സ് വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല വിധത്തിലും ഉണ്ടാകുന്നത്. അതായത് നമുക്കറിയാം, ഈ രാജ്യത്ത് എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുകയും മതം അതിലേക്ക് കുത്തിത്തിരിക്കി കയറ്റുകയും ചെയ്യുന്നത് BJP ആണ്. BJPയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ ഈ രാജ്യത്തെ പിന്നോട്ടടിക്കുകയാണ്. ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുകയല്ല BJPയുടെ ലക്ഷ്യം. മറിച്ച് കുറച്ചാളുകളെ അവരെ എപ്പോഴും ഭീതിയുടെ നെറുകയിൽ നിർത്തുക, അവരെ ഈ രാജ്യത്തെ പൗരന്മാരല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുക. SIR ഉൾപ്പെടെയുള്ള നടപടികൾ അതിൻ്റെ ഭാഗമായാണ് എന്നുള്ളത് പല രീതിയിൽ പല തോതിൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തരായ ആളുകൾ, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പല രീതിയിൽ പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. ഏതായാലും ഫിഫ വേൾഡ് കപ്പിൽ കുറസാവോ ആയിക്കോട്ടെ, കേപ്പ് വെർദെ ആയിക്കോട്ടെ, ലക്ഷങ്ങൾ മാത്രം ജനസംഖ്യയുള്ള രാജ്യം. അതിൽ കേപ്പ് വെർദെ 5.5 ലക്ഷം ആളുകൾ മാത്രമുള്ള രാജ്യമാണെങ്കിൽ കുറസാവോ വെറും 1.5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു കൊച്ചു ദ്വീപ സമൂഹമാണ്. അവരൊക്കെ ഫുട്ബോൾ ലോകകപ്പിൽ ക്വാളിഫൈ ആയി മുന്തിയ രാജ്യങ്ങളോട് ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്തുള്ള വിവിധ പല സ്ഥലങ്ങളിലുള്ള ആരാധകർ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ ജേഴ്സിയും അണിഞ്ഞ് അവർ ഇന്ന രാജ്യത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വരെ സൈബർ വാർ നടക്കുന്ന ഒരു സമയമാണ്. നോക്കൂ, എന്തുമാത്രം നമ്മുടെ രാജ്യം ഈ ഫുട്ബോൾ മേഖലയിൽ വളരേണ്ടതായി ഉണ്ട്. ഇവിടെ മികച്ച രീതിയിൽ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ കഴിയാഞ്ഞിട്ടാണ്, മനഃപൂർവ്വം ബോധപൂർവം അതിന് ശ്രമിക്കുകയില്ല. ഇവിടെ പണം ഒഴുകുന്നത് IPLൻ്റെ പേരിലാണ്. വാസ്തവത്തിൽ ക്രിക്കറ്റ് എന്ന കളിയേക്കാൾ എത്രയോ മേളിലാണ് ഫുട്ബോൾ. ക്രിക്കറ്റ് എന്ന അലസന്മാരുടെ കളി എന്നാണ് പണ്ട് മുതലേ ഇതിൻ്റെ ഉറവിടം ഉണ്ടായിട്ടുള്ള ഇംഗ്ലണ്ടിൽ പറയുന്നത്. അതായത് രാജാക്കന്മാരുടെ വീടുകളിലൊക്കെ അലസത മാറ്റാൻ പന്ത് തട്ടി കളി തുടങ്ങിയതാണ് ക്രിക്കറ്റ് എന്നാണ് പറയുന്നത്. ആ ക്രിക്കറ്റിൽ ഇന്ന് കൊമ്പന്മാരായ ഓസ്ട്രേലിയയൊക്കെ പിന്തള്ളി ലോക ചാമ്പ്യന്മാരാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും ഏറ്റവും വലിയ ധനികരായിട്ടുള്ള ബോർഡ് BCCI ആണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഫുട്ബോളിനെങ്ങും എവിടെയും എത്താതെ പോകുന്ന നിലംപരിശായി കിടക്കുന്ന ഈ രാജ്യത്തിൻ്റെ GDPയുടെ വെറും 0.1% ഫുട്ബോളിൻ്റെ വികസനത്തിന് വേണ്ടിയും അതിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയും മാറ്റിവെച്ചിരുന്നെങ്കിൽ കുറേ അധികം യുവ പ്രതിഭകളെ വാർത്തെടുത്ത് പല രീതിയിലും അന്താരാഷ്ട്ര കളികളിൽ മത്സരിപ്പിച്ച് അവരെ യോഗ്യതയിലേക്ക് എത്തിക്കാമായിരുന്ന രാജ്യം. ഇവിടെയാണ് കൃത്യമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ രാജ്യം 55 കൊല്ലം ഭരിച്ച കോൺഗ്രസ് ഒന്നുമില്ലാത്ത ഇന്ത്യയിൽ നിന്നും ഇത്രയധികം വികസനങ്ങൾ നേടിയെടുത്തപ്പോൾ അവർ പറയുന്നു 55 കൊല്ലം കൊണ്ട് ഭരിച്ചു മുടിച്ച കോൺഗ്രസ്. എന്നാൽ ഈ 12 കൊല്ലം തുടരെ ഭരിച്ചതിന് ശേഷം ഏത് മേഖലയിലാണ് വികസനം ഉണ്ടായത്? അമിത്ഷായ്ക്കും ജയ്ഷായ്ക്കും ഒക്കെയാണ്, അതല്ലാതെ ഇന്ത്യക്കല്ല.